Praise to Jesus. പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാ അഭിഷിക്തന്മാർക്കും ദൈവമക്കൾക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിന്റെ നിശ്ചിത നാമത്തിന്റെ സ്നേഹവന്ദനം. ഒരു പ്രാവശ്യം കൂടെ ഈ പ്ലാറ്റ്ഫോമിൽ ശുശ്രൂഷിപ്പാൻ ഈ ഒരു അവസരം കർത്താവ് നൽകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇന്ന് ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവരെയും കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ദൈവം എന്നെ ഒരു സന്ദേശം കൽപ്പിച്ചിട്ടുണ്ട്. ആ സന്ദേശം ആ സമയകൃത്യതയിൽ തന്നെ നിന്നുകൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. നമ്മുടെ ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 34-5 വാക്യമായിട്ട്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ആമേൻ. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതുമില്ല. ഇന്ന് പലർക്കും ലജ്ജിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? നോട്ടം ശരിയല്ല. നോക്കേണ്ടവന് നോക്കിയാൽ, നോക്കേണ്ടതുപോലെ നോക്കിയാൽ ഒരിക്കലും ലജ്ജിക്കേണ്ടി വരില്ല. ഈ ദിവസങ്ങളിൽ നമ്മൾ വളരെ ആഴമായിട്ട് നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ട ആവശ്യമാണ്. നമ്മുടെ നോട്ടം എവിടെ? നമ്മുടെ നോട്ടം കർത്താവിൽ തന്നെയാണോ? നമ്മൾ വിളിച്ചപ്പോൾ, നമ്മളെ കർത്താവ് വിളിച്ചപ്പോൾ ആ കർത്താവുമായിട്ടുണ്ടായിരുന്ന ബന്ധത്തിൽ അവനെ മാത്രം നോക്കിയല്ലേ നമ്മൾ ഇറങ്ങി. എന്നാൽ ഇപ്പോൾ നമ്മുടെ നോട്ടം എവിടെ? സങ്കീർത്തനക്കാരൻ പറയാം, അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിക്കുകയില്ല. നിന്റെ നോട്ടം കർത്താവിലാണെന്നുണ്ടെങ്കിൽ നീ ഒരിക്കലും ലജ്ജിക്കത്തില്ല. ദൈവമല്ലേ, നോട്ടം മാറിയാൽ ഉറപ്പാ. ഞാൻ ബാക്കി പറയുന്നില്ല, അവിടെ എഴുതിയിട്ടുണ്ടല്ലോ, ലജ്ജിപ്പാൻ സംഗതി ഇല്ലാതെ വരട്ടെ. നമുക്ക് ഉൽപ്പത്തി പുസ്തകത്തിലേക്ക് പോവാം. 13-ാം അധ്യായം അതിന്റെ 5 തൊട്ട് 18 വരെയുള്ള വാക്കുകൾ. അബ്രഹാമിനോട് കൂടെ വന്ന ലോത്തിനും ആടുമാടുകളും കൂടാരങ്ങളും ഉണ്ടായിരുന്നു. അവർ ഒന്നിച്ചു പാർക്കുമ്പോൾ തക്കവണ്ണം ദേശത്ത് അവരെ വഹിച്ചുകൂടാൻ സമ്പത്ത് വളരെ ഉണ്ടായതുകൊണ്ട് അവർക്ക് ഒന്നിച്ചു പാർക്കുവാൻ കഴിഞ്ഞില്ല. അബ്രഹാമിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും ലോത്തിന്റെ കന്നുകാലികളുടെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടായി. കനാന്യരും ഫിലിസ്ത്യരും അന്ന് ദേശത്ത് പാർക്കും. അതുകൊണ്ട് അബ്രഹാം ലോത്തിനോട്, എനിക്കും നിനക്കും എന്റെ ഇടയന്മാർക്കും നിന്റെ ഇടയന്മാർക്കും തമ്മിൽ പിണക്കമുണ്ടാകരുത്, നാം സഹോദരന്മാരല്ല, ദേശമെല്ലാം നിന് മുൻപാകെ ഇല്ലയോ? എന്ന് വിട്ടുപിരിഞ്ഞാലും നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട് പൊയ്ക്കൊള്ളാം, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട് പൊയ്ക്കൊള്ളാം എന്നാ പറഞ്ഞു. ഈ ഭാഗത്ത് നമുക്ക് അബ്രഹാമിന്റെ സഹോദരി പുത്രൻ ലോത്തിനെ കാണാം. രണ്ടുപേരുടെ തിരഞ്ഞെടുപ്പ് അവിടെ എഴുതിയിട്ടുണ്ട്. അതിന്റെ 10-ാം വാക്യത്തിൽ നമ്മൾ കാണുന്ന ലോത്ത് നീരോട്ടമുള്ള യോർദാന്റെ പ്രദേശങ്ങളെല്ലാം കണ്ടു, അത് നല്ലതെന്ന് കണ്ട് അതിനെ തിരഞ്ഞെടുത്തു. ഹല്ലേലൂയ. ലോത്തിന്റെ നോട്ടം നീരോട്ടമുള്ള പ്രദേശങ്ങളാണ്. ഈ ഭൂമിയിൽ ലഭിക്കാവുന്ന നന്മകൾ മാത്രമായിരുന്നു അവന്റെ നോട്ടം. പക്ഷെ വാഗ്ദത്തം ലഭിച്ച അബ്രഹാമിനെ നോക്കിയേ, അവൻ നോക്കിയില്ല. അതിന് 14-ാമത്തെ വാക്യം ശ്രമിച്ചില്ലേ? 14-ാമത്തെ വാക്യം. ലോത്ത് അബ്രഹാമിനെ വിട്ടുപിരിഞ്ഞ ശേഷം യഹോവ അബ്രഹാമിനോട് അരുളി ചെയ്തത്, തലപൊക്കി നീ ഇരിക്കുന്ന സ്ഥലത്ത് നിന്ന് വടക്കോട്ടും. യഹോവ പറഞ്ഞപ്പോൾ മാത്രമാണ് അവൻ തല പൊക്കിയത്. അവൻ തല പൊക്കി നോക്കിയത് യഹോവ പറഞ്ഞപ്പോഴാണ്. പക്ഷെ ലോത്ത് ആദ്യമേ തെരഞ്ഞെടുത്തു. അവന് ബോധിക്കുന്നതെല്ലാം അവൻ തെരഞ്ഞെടുത്തു. പക്ഷെ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാമിനെ നോക്കി, അവൻ ദൈവത്തിലേക്ക് നോക്കിക്കൊണ്ടിരുന്നു. കർത്താവ് എപ്പോഴാ പറയുന്നത്? കർത്താവ് എന്നോട് പറയുമ്പോൾ കർത്താവ് വാഗ്ദത്തം ചെയ്തു. ദൈവം വിശ്വസ്തൻ. അബ്രഹാം എന്നുള്ള പേര് അവിടെ അവന് ലഭിച്ചിട്ടില്ല, അബ്രാം എന്ന് അവിടെ എഴുതിയിരിക്കുന്നത്. വാഗ്ദത്തം പ്രാപിച്ചവനും കൂടെ കൂടിയവനും തമ്മിലുള്ള വ്യത്യാസം കണ്ടോ? നമുക്ക് വളരെ ഡീപ്പായിട്ട് ചിന്തിക്കേണ്ട ഒരു ഭാഗമാണ്.
വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാമിന്റെ റെസ്പോൺസ് കണ്ടോ? അബ്രഹാം പറയുന്നു, നീ വലത്തോട്ടെങ്കിൽ ഞാൻ ഇടത്തോട്ട്, നീ ഇടത്തോട്ടെങ്കിൽ ഞാൻ വലത്തോട്ട്. അവൻ്റെതായിട്ടുള്ള ഒരു ചോയ്സ് ഇല്ല അവിടെ. അവന്റെ നോട്ടം മെസൊപ്പൊട്ടേമിയയിൽ നിന്ന് സ്വന്തം ചാർച്ചക്കാരെയും ബന്ധുമിത്രാദികളെയും പ്രിയപ്പെട്ടവരെ എല്ലാം വിട്ട് ഇറങ്ങുവാൻ പറഞ്ഞ ആ ശബ്ദം, ആ വാഗ്ദത്തം അറിയിച്ച കർത്താവിന്റെ ആ ശബ്ദം മാത്രം കേൾക്കാൻ, കർത്താവിനെ മാത്രം വാഗ്ദത്തം ചെയ്ത ദൈവം വിശ്വസ്തനെന്ന് അറിഞ്ഞുകൊണ്ട് അവന്റെ നോട്ടം മൊത്തം വാഗ്ദത്തം ചെയ്ത കർത്താവിലായി. എന്നാൽ ലോകത്തിനെ നോക്കിയേ, അവൻ നീരോട്ടമുള്ളതിനെല്ലാം നോക്കി അതിനെ തെരഞ്ഞെടുത്തു. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? നമുക്ക് വരാം അതിന്റെ 19-ാം അധ്യായത്തിലേക്ക് വന്നേ. 19-18 മുതൽ 21 വരെ. ലോത്ത് അവരോട് പറഞ്ഞത്, അങ്ങനെയല്ല കർത്താവേ, നിനക്ക് അടിയനോട് കൃപ തോന്നിയല്ലോ. എന്റെ ജീവനെ രക്ഷിപ്പാൻ എനിക്ക് വലിയ കൃപ കാണിച്ചിരിക്കുന്നു. പർവ്വതത്തിൽ ഓടിയെത്തുവാൻ എനിക്ക് കഴിയുകയില്ല, പക്ഷെ എനിക്ക് ദോഷം തട്ടി മരണം ഭവിക്കും. ഇതാ എന്റെ പട്ടണം സമീപമാകുന്നു, അവിടേക്ക് എനിക്ക് ഓടാം. അത് ചെറിയതാകും, ഞാൻ അവിടേക്ക് ഓടിപ്പോകട്ടെ, അത് ചെറുതല്ലയോ? നീരോട്ടമുള്ള ദേശം കണ്ട് ഓടിയ ലോത്ത് ഇപ്പം കർത്താവിനോട് അപേക്ഷിക്കുക. മനസ്സിലാവുന്നുണ്ടോ? ദൈവിക വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം, നമ്മൾ ആ 13-ാം അധ്യായത്തിൽ താഴോട്ട് വായിച്ചു വരുമ്പോൾ അവിടെ എഴുതിയിട്ടുണ്ട്, അവൻ കൂടാരങ്ങളിൽ പാർത്തു. ലോത്തോ പട്ടണങ്ങളിൽ പാർത്തു. അവിടെ ചോയ്സ് നോക്കി. ലോത്ത് പട്ടണങ്ങളുടെ അവന്റെ കണ്ണിന് കുളിർമ നൽകുന്ന, അവന്റെ ജീവിത സുഖ അനുഭവങ്ങൾക്ക് അനുസരിച്ച് ഉള്ളൊരു തെരഞ്ഞെടുപ്പായിരുന്നു അവന്റെ. പക്ഷെ വാഗ്ദത്തം പ്രാപിച്ച അബ്രഹാം വളരെ എന്നെ ചിന്തിപ്പിച്ച ഭാഗമാണ്. വാഗ്ദത്തം പ്രാപിച്ച ഒരു വ്യക്തിക്ക് അവന്റെ തെരഞ്ഞെടുപ്പ് വ്യത്യസ്തമായിരിക്കും, അവന്റെ നോട്ടം വ്യത്യസ്തമായിരിക്കും. അവന്റെ നോട്ടം ഒരു സാധാരണക്കാരന്റെ നോട്ടം പോലെ ആയിരിക്കത്തില്ല. വിളിയില്ലാത്ത ലോത്തിന്റെ നോട്ടം പട്ടണങ്ങളായിരുന്നു, അവിടുത്തെ സുഖലോലുപതയായിരുന്നു. എന്നാൽ അബ്രഹാം, he chose to live in places where nobody would like to stay. അവൻ കൂടാരങ്ങളിൽ പാർത്തു. Praise the Lord. 19-ാം അധ്യായത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ കാണുന്നത് ജീവന് വേണ്ടി ഓടുന്ന ലോത്തിനെയും കുടുംബത്തെയാണ്. ചലോ, ലോത്ത് ദൈവം പറഞ്ഞതനുസരിച്ച് അവിടുന്ന് ഓടുവാനെങ്കിലും ശ്രമിച്ചു. പക്ഷെ ലോത്തിന്റെ ഭാര്യയ്ക്കത് ആ നീരോട്ടമുള്ള ദേശത്തിന്റെ ആ സുഖലോലഭൂതകൾ വിട്ട് ദൈവം പറഞ്ഞ സ്ഥലത്തേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് എന്തു പറ്റി? വായിച്ച സാമ്പ്ര 19-ന്റെ 26-ാം വാക്യം വായിച്ച. ലോത്തിന്റെ ഭാര്യ അവന്റെ പിന്നിൽ നിന്ന് തിരിഞ്ഞു നോക്കി ഉപ്പുതൂണായി ഭവിച്ചു. ആമേൻ. നോട്ടം തെറ്റിയാൽ ഓട്ടവും തെറ്റും. മനസ്സിലായി? നോട്ടം തെറ്റിയാൽ ഓട്ടവും തെറ്റും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ നോട്ടം പിന്നെയും അവർ കഴിഞ്ഞിരുന്ന ആ സുഖലോലുപതയിലായിരുന്നു. അത് വിട്ട് ഇങ്ങോട്ട് പോരാൻ, ദൈവം പറഞ്ഞിടത്തേക്ക് പോകാനായിട്ട് അവൾ തയ്യാറല്ലായിരുന്നുകൊണ്ട് ഉപ്പുതൂണായിട്ട് ഇന്നും അവിടെ നിൽക്കുക. ആ അനുഭവം നമുക്കാർക്കും ഉണ്ടാതിരിക്കട്ടെ. വീണ്ടും ഞാൻ നിങ്ങളുടെ ശ്രദ്ധയെ 2 രാജാക്കന്മാർ 5:20 മുതൽ 27 വരെയുള്ള ഭാഗത്തേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നു. ആ എല്ലാ വാക്യവും ഞാൻ വായിപ്പിക്കാൻ സമയമെടുക്കുന്നില്ല, എന്നുവെച്ചാൽ നമ്മുടെ മുന്നിൽ സമയം വളരെ കുറവാണല്ലോ.
2 രാജാക്കന്മാർ 5:20 27 വരെയുള്ള ഭാഗത്ത് നമ്മൾ കാണുന്നു ഇതുപോലെ നോക്കിയ ഒരു വ്യക്തിയെ. അത് വേറെ ആരുമല്ല, മിസ്റ്റർ ഗേഹസി. 5:20 മുതൽ 27 വരെയുള്ള ഭാഗങ്ങളിൽ നമുക്ക് ഗേഹസിയുടെ നോട്ടത്തെ കുറിച്ച് കാണാം. വിസ്താരത്തിൽ ഞാൻ ചുരുക്കി പറയാം. ഗേഹസിയുടെ നോട്ടം എലീശ പ്രവാചകൻ വേണ്ട എന്ന് ഉപേക്ഷിച്ച നയമാൻ എലീശ പ്രവാചകനായി കൊണ്ടുവന്ന 2 താലന്ത് വെള്ളിയിലും വസ്ത്രത്തിലുമായി. എലീശ പ്രവാചകൻ ഉപേക്ഷിച്ചതിനെ ഇപ്പൊ ആര് ഏറ്റെടുത്തു? ഗേഹസി ഏറ്റെടുത്തു. അവന്റെ നോട്ടം എന്തിലായിരുന്നു? അവന്റെ നോട്ടം 2 താലന്ത് വെള്ളിയിലും എലീശ പ്രവാചകനായി കൊണ്ടുവന്ന വസ്ത്രത്തിലുമായി. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? 27-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നു, ദൈവിക കോപം അവന്റെ മേൽ വന്നു. അവൻ ഹിമം പോലെ വെളുത്ത് കുഷ്ഠരോഗിയായി. പ്രിയരെ, ദിവ്യാഗ്രഹം സകലവിധ ദോഷത്തിനും മൂലമല്ലോ. 1 തീമോഥെയോസ് 6:10 എഴുതിയിട്ടുണ്ട്. എല്ലാ ദോഷത്തിനും മൂല കാരണം ദ്രവ്യാഗ്രഹമാണ്. ഗേഹസിയുടെ ജീവിതത്തിൽ നിന്ന് നമുക്ക് വളരെ ക്ലിയർ ആയിട്ട് അക്കാര്യം കാണുവാൻ കഴിയും. പക്ഷെ അവന്റെ അന്ത്യം കഴിഞ്ഞ ദിവസം 2 പാസ്റ്റർമാര് ഹരിയാനയിൽ നിന്ന് 320 കിലോമീറ്റർ ബൈക്ക് ഓടിച്ച് ഞങ്ങളുടെ വീട്ടിൽ വന്നു. വെളുപ്പിനെ 5 മണിക്ക് ബൈക്കിൽ യാത്ര ചെയ്ത് ഏകദേശം 1:30 മണിയോടുകൂടി അവർ ഫിറോസ്പൂരിലെത്തി. അവർ അവരുടെ ആവശ്യങ്ങളാണ് എൻ്റെ മുന്നിൽ വെച്ചത്. അവർക്ക് പലവിധ ആവശ്യങ്ങൾ, ഞാൻ അതെല്ലാം ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നില്ല, അവരുടെ പേര് ഞാൻ വെളിപ്പെടുത്താൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഞാൻ അവരോട് പറഞ്ഞത്, മത്തായി 6:26 എഴുതിയിട്ടുണ്ട്, യു കനോട്ട് സെർവ് 2 മാസ്റ്റേഴ്സ്. നിങ്ങൾക്ക് 2 മാസ്റ്റേഴ്സിനെ സെർവ് ചെയ്യാൻ പറ്റത്തില്ല. ദൈവത്തെയും മാമോനെയും സേവിക്കാൻ കഴിയത്തില്ല. യു ഗുഡ് ടു ഡിസൈഡ് വൺ. നിങ്ങൾ ആരെങ്കിലും ഒരാളെ സേവിക്കാനായിട്ട് അങ്ങ് ഡിസൈഡ് ചെയ്യണം. ഒന്നുകിൽ ദൈവം അല്ലെങ്കിൽ മാമോൻ. അവർക്കൊരു പക്ഷെ ഇഷ്ടപ്പെട്ട് കാണത്തില്ല. പക്ഷെ പിന്നീട് അവർ തിരിച്ചു ചെന്നതിന് ശേഷം വിളിച്ചെന്നോട് സംസാരിച്ചു, പറഞ്ഞു, സാർ പറഞ്ഞു വളരെ കറക്റ്റാ, ഞങ്ങൾ ദൈവത്തെ സേവിക്കാൻ ആഗ്രഹിക്കുന്നു. ഞാൻ അവരോട് പറഞ്ഞു, മത്തായി 6:33 എഴുതിയിട്ടുണ്ട്, മുമ്പേ അവന്റെ രാജ്യവും നീതിയെ അന്വേഷിക്കുക, അതോടുകൂടി ഈ ആവശ്യങ്ങളെല്ലാം കർത്താവ് നിറവേറ്റുമെന്നേ. നമ്മുടെ ഒരു ആവശ്യവും കർത്താവ് നിറവേറ്റാതെ വന്നിട്ടുണ്ടോ? ഈ കഴിഞ്ഞ 2 വർഷത്തെ കുറിച്ച് ചിന്തിച്ചു നോക്കിയേ. ഈ പാൻഡമിക് സിറ്റുവേഷനിൽ എത്ര അത്ഭുതകരമായ കർത്താവ് നടത്തിയത്, എത്ര അഗോചരമായ കർത്താവ് നടത്തിയത്. നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും കുറവ് വന്നു, ദൈവം നടത്തിയ വിധങ്ങളെ ഓർത്താൽ നമ്മുടെ നാവ് നന്ദിയാൽ നിറയണം. പ്രിയരെ, എന്തിനാ നമുക്ക് കുറവ് വന്ന്? ദൈവം നടത്തിയില്ലയോ? ഞാൻ ആ സേവനം കൊണ്ട് പറഞ്ഞത്, മുമ്പേ അവന്റെ രാജ്യം നീതി അന്വേഷിക്കുക. എല്ലാ നിങ്ങളുടെ ആവശ്യങ്ങളും കർത്താവ് തന്റെ ധനത്തിനും മഹിമയ്ക്കും തക്കോണം നിങ്ങൾക്ക് വേണ്ടി ചെയ്തു തരും. ഒന്നും കുറയ്ക്കത്തില്ലെന്ന്. ഏത് ദ്രവ്യാഗ്രഹത്തിൽ വീഴരുത്. പിശാചിന്റെ വലിയ തന്ത്രമാണ്. പിശാചിന്റെ വലിയ തന്ത്രമാണ്. ആ തന്ത്രത്തിൽ വീഴരുത്. എല്ലാ സകലവിധ ദോഷത്തിനും മൂലമുള്ള സകലവിധ ദോഷത്തിനും. നമ്മുടെ വിഷയം നോട്ടവും ഓട്ടവുമായിരുന്നു. ഇനി നമുക്ക് നോക്കാം ആരെ നോക്കണമെന്ന്. എബ്രായർ ലേഖനം 12:2 വാക്യം വായിച്ചു. പൂർത്തി വരുത്തുന്നവനായ യേശുവിനെ നോക്കുക. ആരെ നോക്കണം? യേശുവിനെ നോക്കണം. ഹല്ലേലൂയ.
നമ്മുടെ കുറിവാക്യം മറന്നു പോകരുത്. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖമോ ലജ്ജിച്ചു പോയതുമില്ല. യേശുവിൽ നോക്കിയ ഒരുത്തന്റെ മുഖം ലജ്ജിച്ചിട്ടില്ലെന്ന്. ഇന്ന് വരെ ലജ്ജിപ്പാൻ കർത്താവ് സംഗതിയാക്കിയിട്ടില്ല. ഞാനൊരു 20 വർഷമായിട്ട് കർത്താവിനെ നോക്കി ഇറങ്ങിയതാ. നോർത്ത് ഇന്ത്യയിലായിട്ട് 20 വർഷമായി. പക്ഷെ ഇന്ന് വരെ ലജ്ജിപ്പാൻ കർത്താവ് സംഗതിയാക്കിയിട്ടില്ല. എന്റെ എല്ലാ ആവശ്യങ്ങളും ഒരു മനുഷ്യനോട് ചോദിക്കാൻ ദൈവം എനിക്ക് അവസരം നൽകിയില്ല. എന്റെ ടെസ്റ്റിമണി ഞാൻ പറയുന്നത്, എല്ലാ ആവശ്യങ്ങളിലും കർത്താവിന്റെ മുഖത്തേക്ക് നോക്കുവാൻ കർത്താവ് അവസരങ്ങളെ നൽകി, അതിനുള്ള കൃപ നൽകി. പ്രിയരെ, നമുക്ക് കർത്താവിലേക്ക് നോക്കാം. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിക്കു പോകാൻ അവൻ ഒരിക്കലും സംഗതിയാക്കത്തില്ല. ഇനി നമുക്ക് ഓട്ടത്തിലേക്ക് വരാം. ആദ്യത്തെ ടോപ്പിക് കഴിഞ്ഞു, അത് നോട്ടമായിരുന്നു. ഇനി നമുക്ക് ഓട്ടത്തിലേക്ക് വരാം. 2 തിമോത്തി 2:22 വായിച്ചാണ്. 2 തിമോത്തിയോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ 22-ാം വാക്യം. യൗവനമോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിപ്പിക്കും. സോ വിട്ടോടേണ്ട എന്തിനൊക്കെയാ? യൗവന മോഹങ്ങളെ വിട്ടോടണം എന്ന് പറഞ്ഞാൽ ഈ ലോകം നമുക്ക് ഓഫർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും അങ്ങ് വിടണമെന്ന്. എന്നിട്ട് എന്തിനെ കൈക്കൊള്ളണം? നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധ ഹൃദയത്തോടെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവർക്കും അവരോട് സമാധാനം ആചരിക്കണം. എത്ര ക്ലിയർ ആയിട്ടാണ് അപ്പോസ്തലനായ പൗലോസ് തിമോത്തിയോസിനെ ഉപദേശിക്കുന്നത്, നിജപുത്രനായ തിമോത്തിയോസിനെ. എന്നിട്ട് 23-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട് ആരോട് ഒഴിഞ്ഞിരിക്കണം. അതോടെ ഒന്ന് വായിച്ച പോലെ, ബുദ്ധിയില്ലാത്ത മൗഢതർക്ക് ശണ്ഠ ജനിപ്പിക്കുന്ന എന്നറിഞ്ഞ് അത് ഒഴിഞ്ഞു. എത്ര വ്യക്തമായിട്ടാണ് പരിശുദ്ധാത്മാവ് തന്റെ ദാസനായ പൗലോസിലൂടെ അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. നമുക്ക് ഒഴിഞ്ഞിരിക്കേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്, നമ്മൾ വിട്ടോടേണ്ട ഒത്തിരി കാര്യങ്ങളുണ്ട്. ക്രിസ്ത്യ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇൻക്ലൂഡഡ്, ഇതെല്ലാം ഇതിനകത്തുണ്ട്. പക്ഷെ ഇത് ക്വസ്റ്റ്യൻ ഈസ്, നമ്മൾ വിടേണ്ടതിനെ വിട്ടിട്ടുണ്ടോ? മുറുകെ പിടിക്കേണ്ടതിന് മുറുകെ പിടിച്ചിട്ടുണ്ടോ? എങ്കിൽ മാത്രമേ പൗലോസ് പറഞ്ഞൊരു സാക്ഷ്യം നമുക്ക് അവസാനം നമ്മുടെ ഈ ക്രിസ്ത്യൻ ജേർണിയുടെ അവസാനത്തിൽ പറയാൻ പറ്റത്തുള്ളൂ. 2 തിമോത്തിയോസ് 4:7 പറഞ്ഞിരിക്കുന്നത്, ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. എത്ര വലിയൊരു ടെസ്റ്റിമണിയാണ്. പക്ഷെ ആ ഒരു സാക്ഷ്യത്തിലേക്ക് എത്തണം എന്നുണ്ടെങ്കിൽ എന്തുമാത്രം സ്ട്രഗിൾസിലൂടെ ആ മനുഷ്യൻ കടന്നുപോയി. വേറെ സുവിശേഷ വേല, ക്രിസ്ത്യ ജീവിതം, ഇറ്റ്സ് നോട്ട് ആൻ ഇമ്പോസിബിൾ ടാസ്ക്. നോട്ടം കറക്റ്റ് ആയിരിക്കണം, ഓട്ടം കറക്റ്റ് ആയിരിക്കണം, ചിലതിനെയൊക്കെ വിടണം. എങ്കിൽ മാത്രമേ നമുക്ക് പൗലോസിനെ പോലൊരു സാക്ഷ്യം പറയാൻ പറ്റത്തുള്ളൂ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. ഇനി എന്താ വെച്ചിരിക്കുന്നത് എനിക്ക് വേണ്ടി? നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. നമ്മളെല്ലാം ഈ പ്ലാറ്റ്ഫോമിലായിരിക്കുന്ന എല്ലാവർക്കും അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതിനുവേണ്ടിയാണ് നമ്മൾ ഓടുന്നത്, അതിനുവേണ്ടിയാണ് നമ്മൾ അധ്വാനിക്കുന്നത്. ഞാൻ നിങ്ങളെ എല്ലാം നോർത്ത് ഇന്ത്യയിലേക്ക് ക്ഷണിക്കുക. നമുക്ക് ഒരുമിച്ച് ഓടാം, നമുക്ക് ഒരുമിച്ച് പ്രവർത്തിക്കാം. മുന്നോട്ടുള്ള ദിനങ്ങൾ കൊയ്ത്തിന്റെ ദിനങ്ങളാണ്, വലിയ ആത്മമാരിയുടെ ദിനങ്ങളാണ്. പക്ഷെ വിടേണ്ടതിനെ വിട്ടിട്ട് ഒഴിഞ്ഞിരിക്കേണ്ടതിനെ ഒഴിഞ്ഞിരുന്ന് നോക്കേണ്ടവന് നോക്കി അങ്ങനെ മാത്രം ഇറങ്ങിയാൽ മാത്രമേ നമ്മളിലൂടെ ദൈവം ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കത്തുള്ളൂ. ഈ ദിവസങ്ങളിൽ നമ്മുടെ നോട്ടം, നമ്മുടെ ഓട്ടം, നമ്മുടെ തെരഞ്ഞെടുപ്പ്, നമ്മൾ ഒഴിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഇതെല്ലാം വ്യക്തതയോടും കൃത്യതയോടും ചെയ്താൽ തീർച്ചയായിട്ടും
നമുക്കും പൗലോസിനോടുകൂടെ നിന്ന് ആ സാക്ഷ്യം പറയാൻ കഴിയും. അതിനായി ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാണ് ഞാൻ ഈ മെസ്സേജ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഈ സമയം തന്ന കർത്താവിന്റെ ദാസനോടുള്ള നന്ദി അറിയിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.